ഡേവിൾസ് ലവ്. രചന നന്ദന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. കാരണം ദത്തന്റെ യഥാർത്ഥ ഉദ്ദേശം ഇതുവരെ രാജേശ്വരിക്ക് അറിയില്ല. അവന്റെ പ്രണയത്തിന് വേണ്ടിയല്ല, പ്രതികാരത്തിന് വേണ്ടിയാണ് ആ പെൺകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് രാജേശ്വരി അറിഞ്ഞാൽ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. രാജശേഖരൻ ഓർത്തുകൊണ്ടൊരു ദീർഘശ്വാസം എടുത്തുവിട്ടു. എന്നാലും നിങ്ങളിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. പണ്ട് ആരൊക്കെയോ ചെയ്ത തെറ്റിന്റെ പേരിൽ ഒരു പാവം പെൺകുട്ടിയോട് കാണിക്കുന്ന ഈ ക്രൂരതയുണ്ടല്ലോ, കഷ്ടം തന്നെ ഏട്ടാ. അതും പറഞ്ഞുകൊണ്ട് അവരെയും തറപ്പിച്ചു നോക്കിയ ശേഷം രാജേശ്വരി വേഗം ആ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങി. അവർ പോയതും രാജശേഖരൻ ശ്രീദേവിയെ നോക്കിയ ശേഷം ഫയലടച്ചു വെച്ച് സെറ്റിയിലേക്ക് ചാരിക്കിടന്നുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചു. കല്ലുമുള്ളു നിറഞ്ഞ വഴിയിലൂടെ തനു അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരുന്നു. തൊട്ടു പിന്നാലെ വരുന്ന ഭീമാകാരമായ സത്വത്തെ അവൾ ഭയത്തോടെ തിരിഞ്ഞു നോക്കി. നാവിൽ നിന്നും ചോരയിട്ട് വീഴുന്ന ആ ഭീകര സത്വം അവളുടെ തൊട്ടു പിന്നിലായി എത്തി അവളുടെ മുടിയിൽ പിടിച്ചു വലിച്ചു. അടി തെറ്റി അവൾ നിലത്തേക്ക് വീണു. തന്റെ അരികിലേക്ക് നടന്നു വരുന്ന ആ സത്വത്തെ ഭയത്തോടെ നോക്കിക്കൊണ്ട് അവൾ പിന്നിലേക്ക് ഇഴഞ്ഞു. വേണ്ട വേണ്ട, എന്നൊന്നും ചെയ്യരുത്, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്ക് അതൊരു അട്ടഹാസത്തോടെ അവളുടെ മേൽ ചാടി വീണിരുന്നു. ഒരലർച്ചയോടെ തനു പടിയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഒരു നിമിഷം അവൾക്ക് ചുറ്റുമുള്ളൊന്നും മനസ്സിലായില്ല. അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചുറ്റിനും നോക്കി. കൂറ്റാകൂറ്റി ഇരുട്ട് മാത്രം. അവൾ പേടിയോടെ നിലത്തേക്ക് ഇറങ്ങി. വേഗത്തിൽ റൂമിനകത്തേക്ക് കയറി വാതിലടച്ച് കുറ്റിയിട്ടു. ശേഷം ഓടിപ്പോയി ടേബിൾ വെച്ചിരുന്ന വെള്ളമെടുത്ത് വായിലേക്ക് അമഴ്ത്തി. ആ നിമിഷങ്ങളൊക്കെയും അവളുടെ മനസ്സിൽ ആ ഭയാനകമായ സ്വപ്നം നിറഞ്ഞിരുന്നു. ജഗ് ടേബിളിലേക്ക് വെച്ച ശേഷം അവൾ ഒരു നിമിഷം കണ്ണുകൾ മുറുക്കി അടച്ച് നിന്നു. അല്പസമയത്തിന് ശേഷം ശ്വാസം നിർത്തിവിട്ടുകൊണ്ട് അവൾ കണ്ണുകൾ പതിയെ തുറന്നു. മുന്നിലേക്ക് കാഴ്ച കണ്ട് അവളൊന്ന് ഞെട്ടി. വാതിലിന് ഇരു സൈഡിലും കൈകൾ വെച്ച് ചുവന്ന കണ്ണുകളാലെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നു ദത്തൻ. ഒരു നിമിഷം അവന്റെ ആ ഭാഗത്തിൽ അവൾ തറഞ്ഞു നിന്നുപോയി. അവൾ ഭയത്തോടെ അവനെ തന്നെ നോക്കിയിരുന്നു. ഉറച്ച കാൽവെപ്പുകളോട് അവൻ അകത്തേക്ക് കയറി വാതിൽ ലോക്ക് ചെയ്തു. ഫോണും വാലറ്റും ടേബിളിലേക്ക് വെച്ച ശേഷം അവൻ കബോർഡ് തുറന്ന് അതിൽ നിന്നൊരു ടവലും കൊണ്ടെടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി. അവൻ പോയതും അതുവരെ തലവിഞ്ചി നിന്ന തനു മുഖമുയർത്തി അവൻ പോയ വഴിയോ നോക്കിക്കൊണ്ട് നെഞ്ചിൽ കൈവച്ചൊരു ദീർഘശ്വാസം എടുത്തു. ശേഷം അവൻ വരുന്നതിന് മുന്നേ കട്ടിൽ നിന്നൊരു പില്ലോയും ഷീറ്റ് എടുത്തുകൊണ്ട് സോഫയിലേക്ക് പോയി കിടന്നു. പതിയെ അവളുടെ കണ്ണുകൾ നിദ്ര പുൽകുമ്പോഴും അവളുടെ മനസ്സ് നിറയെ കുറച്ചു മുമ്പ് താൻ കണ്ട ഭയാനകമായ സ്വപ്നമായിരുന്നു. വാഷ്റൂമിൽ നിന്ന് കുളി കഴിഞ്ഞ് തത്തിന് പുറത്തേക്ക് ഇറങ്ങിയതും സോഫയിൽ മൂടിപ്പോച്ച് സുഖമായി കിടന്നുറങ്ങുന്ന തനുവിനെ കണ്ടു. അവന്റെ കണ്ണുകൾ കുറുകി. അവൻ തല തുവർത്തിക്കൊണ്ടിരുന്ന ടവൽ സ്റ്റാൻഡിലേക്ക് ഇട്ട ശേഷം ഒരു പൂച്ച ചിരിയോടെ അവിടെ അരികിലേക്ക് നടന്നു. ഇങ്ങനെ കട്ടിലും സോഫയിലായിട്ട് കിടക്കാനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഈ പേനെങ്കിലും നിന്റെ കഴുത്തിലൊരു താലി കെട്ടി തന്നത്? കണ്ണുകൾ അടച്ചുറങ്ങിക്കിടക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കി അവനൊരു പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ ഇരുകൈകളിലായി കോരിയെടുത്തു. ഗാഠമായി നിദ്രയിലാണ്ടിരുന്നപ്പോഴാണ് തന്നെ ആരോ എടുത്തുയർത്തിയ പോലെ തനുവിന് തോന്നിയത്. അവൾ ഞെട്ടലോടെ തന്റെ കണ്ണുകൾ വലിച്ചു തുറന്നപ്പോഴേക്കും എടുത്തെറിയപ്പെട്ട പോലെ അവൾ ബെഡിലേക്ക് വീണിരുന്നു. പെട്ടെന്നുള്ള ദത്തന്റെ ആ പ്രവൃത്തിയിൽ തനുവിന്റെ ശരീരം നന്നായി നൊന്നു. അവൾ പേടിയോടെ അവനെ തന്നെ നോക്കി നിന്ന ആ നിമിഷത്തിൽ അവൻ അവളുടെ മേലേക്ക് അമർന്നു. സംഭവിച്ചെന്താണെന്ന് ചിന്തിച്ചെടുക്കും മുന്നേ ദത്തൻ അവന്റെ മുഴുവൻ ഭാരം അവളുടെ മേലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു. ദത്തന്റെ പ്രവൃത്തിയിൽ പകച്ചുപോയ തനുവിന്റെ നാവിൽ നിന്നും അറിയാതൊരു ഏങ്ങൽ ശബ്ദം പുറത്തേക്ക് വന്നു. അത് കേട്ടത് അവന്റെ കണ്ണുകൾ വിടർന്നു. അവനവളുടെ കഴുത്തിൽ ചുണ്ടുകൾ ചേർത്ത് പതിയെ അവിടെ നുണയാൻ തുടങ്ങി. ദത്തന്റെ ആ പ്രവൃത്തിയിൽ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവൾ അവന്റെ കീഴിൽ കിടന്ന് പിടയാൻ തുടങ്ങി. കൈകൾ ഉയർത്തി അവന്റെ ദേഹത്ത് തല്ലിക്കൊണ്ട് അവനെ തന്നിൽ നിന്ന് അകറ്റി മാറ്റാൻ ശ്രമിച്ചു. അടങ്ങിക്കിടക്കടി. അവൻ അവളുടെ ചെവിയിലായി മുരണ്ടുകൊണ്ട് അവളുടെ ഇരു കൈകളും തന്റെ കൈകൾ കൊണ്ട് അമർത്തി പിടിച്ച് മുകളിലേക്ക് ഉയർത്തി ലോക്ക് ചെയ്തു. അവന്റെ പിടിയുടെ ശക്തിയിൽ അവളുടെ കൈകൾ നന്നായി വേദനിക്കാൻ തുടങ്ങി. പ്ലീസ് എന്നെ വീട്ട്, അവൾ കരഞ്ഞുകൊണ്ട് അവനോടായി പറഞ്ഞു. എന്നാൽ അവൻ അവളുടെ വാക്കുകളെ പാടെ അവഗണിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലാകെ ചുംബിച്ചുകൊണ്ടിരുന്നു. അതേസമയം തന്നെ അവന്റെ വലത് കൈ അവളുടെ മേനിലൂടെ ഒഴുകിയിറങ്ങി സാരിക്കടിയിലൂടെ കാണുന്ന അവളുടെ നഗ്നമായ വയറിൽ അമർന്നു. അവന്റെ കൈകളുടെ ശക്തിയിൽ അവൾക്ക് വല്ലാത്ത വേദന തോന്നി. അവളൊന്ന് മുഖമുയർത്തി അവന്റെ തോളിലായി അമർത്തി കടിച്ചു. അതിന്റെ ഫലമായി അവന്റെ കൈകളൊന്ന് അയഞ്ഞതും അവൾ പെട്ടെന്ന് തന്നെ അവന്റെ ദേഹത്തുനിന്നും തള്ളി താഴെയിട്ടു. അവൾ തള്ളിയതിന്റെ ആഴത്തിൽ അവൻ നേരെ വന്ന് നിലത്തേക്ക് വീണതും അവന്റെ നടുവും പുറവും ശക്തിയിൽ തന്നെ വന്ന് ഇടിച്ചു. അപ്പോഴേക്ക് അവൾ കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റ് മുറിയുടെ ഒരു മൂലയിലായി വന്ന് നിന്നു. ദത്ത് നിലത്തു നിന്നും ചാടി എഴുന്നേറ്റ് വർദ്ധിച്ച ദേഷ്യത്തോടെ അവിടെ അരികിലേക്ക് പാഞ്ഞെന്ന് അവളുടെ കരണത്തെ ആഞ്ഞടിച്ചു. മോളെ, എത്ര ധൈര്യം ഉണ്ടായിട്ടടി നീനെ തള്ളി താഴെയിട്ട്! അവളുടെ ഇരു കവിളിലുമായി കൊത്തിപ്പിടിച്ചുകൊണ്ട് അവൻ ആക്രോശിച്ചതും കവിളിലെ വേദന കാരണം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പ്ലീസ് വീട്ട്, എനിക്ക് വേദനിക്കണു, അവൾ അവന്റെ കൈകൾ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അവളെ നോക്കി പുച്ഛിച്ചു. പിന്നെ എന്തുണ്ടാക്കാനാണ് നീ ഇത് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? അവനവളുടെ കഴുത്തിൽ കിടന്ന താലിയെടുത്ത് പൊക്കി കാണിച്ചുകൊണ്ട് ചോദിച്ചു. അവളിൽ വല്ലാത്തൊരു നിസ്സഹായത തെളിഞ്ഞു. അവൾ ദയനീയമായി അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി. നീ ഇപ്പൊ കാണിച്ച ഈ പ്രവൃത്തിക്കുള്ള ശിക്ഷ നിനക്ക് ഞാൻ തരുന്നുണ്ട്.
അവന്റെ വലം കൈ അവളുടെ കഴുത്തിലൂടെ ഇഴഞ്ഞ് കവിളിലൂടെ തെന്നിമാറി അവളുടെ ചുണ്ടിനെ ഞെരിച്ചു. ശേഷം മറുകൈ കൊണ്ട് അവളുടെ പിൻകഴുത്തിൽ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ ആ ചുവന്നു തൊടുത്ത ചുണ്ടുകളിലേക്ക് തന്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ച് നുകരാൻ തുടങ്ങി. ഒന്ന് എതിർക്കാൻ പോലും കഴിയാതെ അവന്റെ ആ പ്രവൃത്തിയിൽ തറഞ്ഞു നിൽക്കാൻ മാത്രമേ ആ നിമിഷം തനുവിന് സാധിച്ചുള്ളൂ. നിമിഷങ്ങൾ കഴിയും തോറും അവൻ അവളുടെ ഇരുതളങ്ങളെയും മാറി മാറി നുണഞ്ഞുകൊണ്ട് വലം കൈ താഴ്ത്തി അവളുടെ ഇടുപ്പിൽ അമർത്തി പിടിച്ചു. പതിയെ അവിടെ നിന്ന് തഴുകിക്കൊണ്ട് മുകളിലേക്ക് കയറി അവളുടെ വലതുമാറിനെ ഞെരിച്ചുടച്ചതും വേദനയോട് അവളൊന്ന് പുളഞ്ഞു. അവൾ അവനെ തള്ളി മാറ്റാൻ നോക്കിയതും അവന്റെ പല്ലുകൾ ആഴത്തിൽ അവളുടെ ചുണ്ടുകളിൽ അമർന്നു. അവൾ വേദനയോടെ കണ്ണുകൾ മുറുക്കെ അടച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ അവന്റെ ഇരുതോളിലുമായി മുറുക്കെ പിടിച്ചു. അവനവളുടെ ചുണ്ടുകളെ മാറി മാറി നുണഞ്ഞുകൊണ്ടിരുന്നു. അവൾ അവനെ തന്നാലാവും വിധം തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവന്റെ കരുത്തിനു മുമ്പിൽ അതെല്ലാം നിഷ്പ്രഭമായി. വാശിയോടെ തുടങ്ങിയ ചുംബനമായിരുന്നെങ്കിലും പതിയെ അവനത് ആസ്വദിക്കാൻ തുടങ്ങി. പതിയെ അവന്റെ കൈകൾ അവളിൽ മാന്ത്രികത സൃഷ്ടിച്ചു. അവളൊരു പിടച്ചിലോട് അവന്റെ മുടിയകളിൽ കോർത്തു വലിച്ചു. അവളെ കൊണ്ട് കഴിയും വിധം അവൾ അവനെ എതിർത്തുകൊണ്ടിരുന്നു. എത്ര നുകർന്നിട്ടും മതിവരാതെ അവൻ വീണ്ടും വീണ്ടും അവളിലേക്ക് ചുണ്ടുകൾ ആഴ്ത്തി ഇറക്കിക്കൊണ്ടിരുന്നു. നിമിഷങ്ങൾ കടന്നു പോകും തോറും അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നി. ഇനി അവൻ ഈ വന്യത തനിക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായതും സർവ്വശക്തിയുമെടുത്ത് അവനെ പിന്നിലേക്ക് ആഞ്ഞു തള്ളി. പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ദത്തൻ അല്പം പിന്നിലേക്ക് ആഞ്ഞു. അവൻ അവളെ രൂക്ഷമായി നോക്കി. എന്തോ ഒരു കുറ്റബോധം പോലെ ചെയ്യുന്ന തെറ്റാണെന്ന് മനസ്സിൽ നിന്ന് ആരോ ആവർത്തിച്ച് പറയുന്നു. പക്ഷേ ആ നിമിഷം അവന്റെ മനസ്സിലേക്ക് നിറകണ്ണുകളോടെ യാത്ര പറഞ്ഞിറങ്ങിപ്പോകുന്ന രൂപം തെളിഞ്ഞു വന്നു. അതോടൊപ്പം മറ്റനേകം മുഖങ്ങളും കടന്നു വന്നതും അതുവരെ ശാന്തനായി നിന്നവന്റെ മുഖത്ത് നിമിഷ നേരം കൊണ്ട് വന്യത തെളിഞ്ഞു. ചെകുത്താനിലേക്കുള്ള പരിണാമം. അവൻ ചുവന്ന കണ്ണുകളോട് അവൾ അടിമുടി നോക്കി. സ്ഥാനം മാറിക്കിടക്കുന്ന സാരിയും അഴിഞ്ഞുലഞ്ഞ മുടിയും പൊട്ടിയ ചുണ്ടുകളൊക്കെ കണ്ട് അവനിൽ പുച്ഛം കലർന്നൊരു ചിരി തെളിഞ്ഞു. അവൻ എന്തോ ഓർത്ത പോലെ കബോർഡിനരികിലേക്ക് ചെന്നു. അത് തുറന്ന് അതിൽ നിന്നൊരു കവർ പുറത്തേക്ക് എടുത്തു. ശേഷം ഗൂഢമായൊരു പുഞ്ചിരിയോട് അവളുടെ നേരെ അത് എറിഞ്ഞു കൊടുത്തു. 5 മിനിറ്റ്സിനുള്ളിൽ ഇത് ധരിച്ച് എന്റെ മുമ്പിലെത്തിയിരിക്കണം, അവൻ പറഞ്ഞു. അവൾ ആ കവറിലേക്ക് നോക്കി. ശേഷം അവന്റെ മുഖത്തേക്കും. തമ്പുരാട്ടി പറഞ്ഞു കേട്ടില്ലേ? അവളുടെ നോട്ടം കണ്ട് അവൻ പുച്ഛത്തോടെ ചോദിച്ചു. അവളൊന്നും തലയാട്ടി. ശേഷം കവറിൽ നിന്നും ഡ്രസ്സ് എടുത്ത് നിവർത്തിയതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അതൊരു ബ്ലാക്ക് കളർ ലിംഗരിയായിരുന്നു. അവൾ ദയനീയമായി അവന്റെ മുഖത്തേക്ക് നോക്കി. ഇങ്ങനെ തന്നെ അപമാനിക്കരുതെന്ന് അവൾ പറയാതെ പറഞ്ഞു. എന്നാൽ അവളുടെ ആ ഭാവം കണ്ടതും അവൻ പുച്ഛത്തോടൊന്ന് ചിരിച്ചു. വെയർ ഇറ്റ്, അവൻ പറഞ്ഞു കേട്ടതും അവൾ ഇല്ലെന്ന രീതിയിൽ തലയാട്ടി. അവൻ വന്യമായൊരു പുഞ്ചിരിയോടെ അവളുടെ അരികിലേക്ക് നടന്നു. പ്ലീസ് വേണ്ട, ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ധരിക്കില്ല, അവൾ ദയനീയമായ ശബ്ദത്തിൽ പറഞ്ഞു. അവൻ ചുണ്ടുകൊട്ടിയൊന്ന് ചിരിച്ചു. എനിക്ക് ഒന്നിലധികം പ്രാവശ്യം പറയുന്ന ശീലമല്ല തനുശ്രീ, അതുകൊണ്ട് മര്യാദയ്ക്ക് ധരിച്ചിട്ട് വാ. ഈ വേഷത്തിൽ ഞാൻ നിന്നെ ശരിക്കൊന്ന് കാണട്ടെ, എന്നിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാൻ. ചുണ്ട് കടിച്ചു പിടിച്ചൊരു വഷളച്ചിരിയോട് അവൻ പറഞ്ഞതും അപമാനത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുന്ന പോലെ അവൾക്ക് തോന്നി. അവൾ ഒന്നും മിണ്ടാതെ തലവിനിച്ച് നിന്നു. നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കാനല്ല, അതുകൊണ്ട് വെറുതെ വാശി കാണിക്കാതെ പൊന്നുമോള് പോയി തിട്ടിട്ട് വാ, അവൻ പല്ലുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അപ്പോഴില്ലെന്ന രീതിയിൽ തലയാട്ടുക മാത്രമേ ചെയ്തുള്ളൂ. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ശ്രീ, അത് നിനക്ക് നല്ലതിനാവില്ല. ഒന്ന് വിചാരിച്ചാൽ അത് നടത്തിയെടുക്കാൻ ഈ ദേവതൻ ഏതു വഴിയും സ്വീകരിക്കും. അതുകൊണ്ട് വെറുതെ വാശി കാണിക്കാതെ മര്യാദക്ക് പറഞ്ഞ കാര്യം ചെയ്യുക, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അവൾ കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഇരുന്നു പോയി. അതുകൂടെ കണ്ടത് അവന്റെ ദേഷ്യം ഉച്ചസ്ഥായിലായി. ഇങ്ങോട്ട് വാടി, നിന്നെ ഇത് ഇടിയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, അവൻ അവളുടെ നേരെ പാഞ്ഞെന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവന്റെ കൈകൾ തട്ടി മാറ്റി വാതിലിന് നേരെ ഓടി. എന്നാൽ അവളുടെ ആ നീക്കത്തെ മുൻകൂട്ടി കണ്ടവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ബെഡിലേക്ക് ഇട്ടു. അവൻ ഗൂഢമായ ചിരിയോടെ അവളുടെ അരികിലേക്ക് നടന്നു. അവൾ പേടിയോടെ പിന്നിലേക്ക് നിരങ്ങി. പൂച്ചെലിയേറ്റ് തട്ടുന്ന പോലെ അവൻ അവളെ ഇട്ട് തട്ടിക്കളിച്ചു. ഒരു വേള അവന്റെ കൈപ്പിടിയിൽ നിന്ന് പുറത്തേക്ക് ഓടാൻ ശ്രമിച്ച അവളുടെ സാരിത്തുമ്പിൽ അവന്റെ പിടി വീണു. നിമിഷ നേരം കൊണ്ട് അവനത് പിന്നിലേക്കൊന്ന് വലിച്ചതും അവളൊന്ന് വട്ടം ചുറ്റി കറങ്ങിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് വന്ന് വീണു. അതേസമയം തന്നെ അവളുടെ സാരി മൊത്തമായി അഴിഞ്ഞ് അവന്റെ കൈക്കുള്ളിലുമായി. ദത്തന്റെ പ്രവൃത്തിയിൽ ഒരു നിമിഷം താൻ പകച്ചിന്നു പോയി. പെട്ടെന്ന് ബോധം വന്ന പോലെ അവൾ അവനെ തന്നെ ദേഹത്തുനിന്ന് തള്ളിമാറ്റി ബെഡിൽ കിടന്ന ഷീറ്റ് എടുത്ത് മൂടി പുതച്ചു. അത് കണ്ടും ദത്തൻ അവൾ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് ടേബിളിൽ ഇരുന്നൊരു സിഗരറ്റ് എടുത്ത് ചുണ്ടിലേക്ക് വെച്ച് കത്തിച്ചു. തനുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാതെ തലകുനിച്ച് നിന്നു. അവൻ ഓരോ പഫ് എടുത്തുകൊണ്ട് പതിയെ അവളുടെ അരികിലേക്ക് നടന്നു. അവൻ വരുന്നതിനനുസരിച്ച് അവൾ പേടിയോടെ പിന്നിലേക്ക് നടന്നു. അവളുടെ ഭയം നിറഞ്ഞ ഓരോ നോട്ടവും അവനൊരു ചിരിയോടെ ആസ്വദിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ചുമരിൽ തട്ടി നിന്ന ഞെട്ടിലോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ ദയനീയമായ നോട്ടം കണ്ട് അവൻ പുച്ഛത്തോടെ നിന്ന് ചിരിച്ചു. ശേഷം അവൾ നിൽക്കുന്ന ചുമരിന്റെ ഒരു സൈഡിലായി കൈകുത്തിയുന്നുകൊണ്ട് അവളുടെ മുഖത്തേക്ക് അവന്റെ മുഖം അടുപ്പിച്ച് സിഗരറ്റിന്റെ പുക ഊതി വിട്ടു. ഒരു നിമിഷം മൂക്കിലേക്ക് അടിച്ചു കയറിയ പുക കാരണം അവൾ ചുമക്കാൻ തുടങ്ങി. വെള്ളം, ആൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. തൊണ്ട വരളുന്ന പോലെ. ആൾ വെള്ളത്തിനായി അവന്റെ നേരെ കൈ നീട്ടി. അപ്പോഴേക്ക് അവൻ ടേബിളിൽ നിന്ന് ജഗ്ഗിലെ വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്ക് ഒഴിച്ചു.
ആൾ മുഖമ്പത്തി നിലത്തേക്ക് ഇരുന്നുകൊണ്ട് വീണ്ടും ചുമക്കാൻ തുടങ്ങി. ആ സമയം കൊണ്ട് അവൻ സിഗരറ്റ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് അവളുടെ മുടിക്കെട്ടിൽ പിടിച്ചു വരുത്തി തന്റെ മുഖത്തിന് നേരെ അവിടെ മുഖം അടുപ്പിച്ചു. ഞാൻ പറഞ്ഞ അനുസരിക്കാൻ നിനക്ക് വയ്യ അല്ലേടി? നിന്നെ അനുസരിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അവൻ പറഞ്ഞുകൊണ്ട് അവൻ അവൾ പുതച്ചിരുന്ന ഷീറ്റ് വലിച്ച് ദൂരേക്ക് എറിഞ്ഞു. ശേഷം അവളെ പിടിച്ച് ബെഡിലേക്ക് തള്ളിയിട്ടു. അമ്മേ! ശക്തമായ തള്ളലായതുകൊണ്ട് തന്നെ അവളുടെ കൈ കട്ടിലിന്റെ ഹെഡ് റെസ്റ്റിൽ ആഴത്തിൽ വന്നിടിച്ചു. വല്ലാത്ത വേദന തോന്നിയെങ്കിലും അവന്റെ മുന്നിൽ അർത്ഥനഗ്നായി നിൽക്കുന്നെന്ന ഓർമ്മയിൽ അവൾ ഇരുകൈകളും മാറിന് കുറുകെ വെച്ചുകൊണ്ട് പിന്നിലേക്ക് നിരങ്ങി നീങ്ങി. അത് കണ്ടതും അവനൊരു പുച്ഛത്തോടെ അവളുടെ കാലിൽ പിടിച്ച് വലിച്ച് തന്നോട് അടുപ്പിച്ചു. താൻ അവന്റെ കയ്യിൽ കിടന്ന് കുതിരാൻ തുടങ്ങി. അവനൊരു പുച്ഛച്ചിരിയോടെ അവളുടെ ഇരുകൈകളും മുകളിലേക്ക് പിടിച്ചുയർത്തി ലോക്ക് ചെയ്തുകൊണ്ട് അവളിലേക്ക് അമർന്നു. തനുവിനെ ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. പ്ലീസ് എന്നെ ചെയ്യല്ലേ? ആൾ ദയനീയമായി പറഞ്ഞു. ആ രൂക്ഷമായി അവളെ നോക്കി. ഞാൻ നിന്നെ ഇങ്ങോട്ട് എന്താവശ്യത്തിന് വേണ്ടിയാണ് കൊണ്ടുവന്നത്? ആളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവളൊന്ന് കൂർപ്പിച്ചു നോക്കണം അവൻ ചോദിച്ചു. അതിനവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ആളൊന്നും മിണ്ടാ മുഖം തിരിച്ച് കിടന്നു. വായ തുറന്ന് പറയടി, എന്താവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെഴുന്നള്ളിച്ച് കൊണ്ടുവന്നതെന്ന്? കുഞ്ഞിന് വേണ്ടി. ആളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ അലർച്ചയോടെ ചോദിച്ചു. അവൾ പേടിയോടെ മറുപടി പറഞ്ഞു. ഓ, അപ്പൊ അതറിയാം. എന്നിട്ടാണോടി പുള്ളി എവിടെ കിടന്ന് ഈ ഷോ കാണിക്കുന്നത്? എന്താടി, ഞാനും നീ കൂടെ മുഖത്തോട് മുഖം നോക്കിയിരുന്ന കുഞ്ഞിനുണ്ടാക്കാന്നാണ് നീ കരുതിയിരിക്കുന്നത്? ആരൊരു പുച്ഛത്തോട് ചോദിച്ചു. ആൾക്ക് അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. ശരിയാണ് അവൻ പറഞ്ഞത്. ഒരു കുഞ്ഞിന് വേണ്ടി മാത്രമാണ് അവൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നിട്ടും താൻ അവൻ എതിർക്കുന്നു. എന്തിനു വേണ്ടി? അതിനൊരു ഉത്തരമേ ഉള്ളൂ. ഒരിക്കലും ഇഷ്ടമില്ലാതെ അവന് കീഴ്പ്പെടാൻ താൻ ആഗ്രഹിക്കുന്നില്ല. അവൾ നിറകണ്ണുകളോട് അവനെ നോക്കി. നിന്റെ ഈ പൂങ്കണ്ണീരൊന്നും എൻ്റെ മുന്നിൽ വേണ്ട. അത് കണ്ടാലൊന്നും ഇതെന്റെ മനസ്സിലില്ല. 10 ലക്ഷം നിന്റെ കയ്യിൽ ഞാൻ എണ്ണി തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ആവശ്യം നിറവേറ്റാൻ എനിക്കറിയാം. പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഇനിയൊന്നും പറയാനില്ലെന്ന മട്ടിൽ അവൾ കണ്ണുകൾ മുറുക്കി അടച്ച് മുഖം ചിരിച്ച് കിടന്നു. അപ്പൊ എങ്ങനെയാ, തുടങ്ങുമല്ലേ? അവനൊരു വഷള ചിരിയോടെ പറഞ്ഞു. അവളൊന്നും മിണ്ടാ മുഖം ചരിച്ച് അതേ കിടപ്പ് കിടന്നു. അതോടൊപ്പം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അവൻ അവളുടെ കുഞ്ഞുമുഖത്തേക്ക് തന്നെ നോക്കി. ആരെയും ആകർഷിക്കുന്ന നിഷ്കളങ്കമായ മുഖം. ഒന്നും നുള്ളി പോലും നോവിക്കാൻ തോന്നില്ല. പക്ഷേ ഏതോ ഒരു ഓർമ്മയിൽ അവന്റെ കണ്ണുകൾ കുറുകി. അവന്റെ മനസ്സിൽ ആരോടൊക്കെയുള്ള പക നിറഞ്ഞു. അതിന്റെ ഫലമായി അവന്റെ കൈകൾ അവളുടെ ശരീരത്തിൽ മുറുകി. ഒന്ന് ഉയർന്നു പൊങ്ങിക്കൊണ്ട് അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. പതിയെ അവന്റെ ചുണ്ടുകൾ താഴേക്ക് അരിച്ചിറക്കി. അവളുടെ ഇരു കണ്ണുകളിലും കവിളിലും പതിഞ്ഞുകൊണ്ട് അതിന്റെ ഇണയിലേക്ക് ചേർന്നു. ഇരുതളങ്ങളും മാറി മാറി നുകർന്നുകൊണ്ട് അവൻ അവളിലെ പെണ്ണിനെ തൊട്ടുണർത്തിക്കൊണ്ടിരുന്നു. അതേസമയം അവന്റെ വലതു കൈ അവളുടെ നഗ്നമായ അരക്കെട്ടിൽ മുറുകി. അവളുടെ ആ കുഞ്ഞു വയറിലൂടെ കൈവിരലുകൾ ഇഴച്ചുകൊണ്ട് അവൻ അവളുടെ നാഭിച്ചുഴിയിലേക്ക് വിരലുകൾ അഴ്ത്തി. അതുവരെ കണ്ണുകൾ അടച്ച് മിഴിനീർ വാർത്തുകൊണ്ടിരുന്ന തനു ഏങ്ങിലോടെ ഒന്ന് ഉയർന്നു പൊങ്ങി. അവളുടെ ചുണ്ടിൽ നിന്ന് അകന്നു മാറാതെ തന്നെ അവൻ അവളുടെ ദേഹം മുഴുവൻ ഞെക്കിയും മുറുക്കിയും വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. വന്യമായ ചുംബനം അതിന്റെ അതിരുകൾ ലംഘിച്ചു തുടങ്ങിയതും അവനവളുടെ കീഴ്ചുണ്ടിൽ അമർത്തി കടിച്ചുകൊണ്ട് അകന്നു മാറി. അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ശ്വാസം ആഞ്ഞു വലിച്ചു. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവൾ ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ അവളെ ശ്രദ്ധിക്കാതെ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി തുടരുകയാണ് ചെയ്തത്. വേണ്ട പ്ലീസ്. തന്റെ ദേഹത്തു നിന്നും വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുന്നവനെ തടയാനായി അവൾ ഒരു വിഫല ശ്രമം നടത്തി നോക്കിയെങ്കിലും അവന്റെ കൈക്കരുത്തിന് മുമ്പിൽ അവൾ തളർന്നു പോയിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെയുള്ള അവിടെ ആ കിടപ്പ് അവനിൽ ആനന്ദം നിറച്ചു. വർദ്ധിച്ച പകയോടെ അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് അവിടെ പല്ലുകൾ ആഴ്ത്തി. വേദനയോടെ അവളൊന്ന് പുളഞ്ഞതും അവൻ അവളെ മുഖമുയർത്തിയെന്ന് നോക്കി. കണ്ണുകൾ മുറുക്കി അടച്ചു കിടക്കുകയാണ്. അവളുടെ ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തി അവന്റെ ഇടം കൈകൊണ്ട് ലോക്ക് ചെയ്തു. അവളുടെ ദേഹമാസകൾ അവന്റെ ചുണ്ടുകളും കൈകളും അലഞ്ഞു നടന്നു. അതിലൂടെ സുഖമുള്ള ഒരു അനുഭൂതിയായിരുന്നില്ല അവൻ അവൾക്ക് പകർന്നു നൽകിയത്. പകരം നോവുകൾ മാത്രമായിരുന്നു. അവളുടെ കണ്ണുനീരും നിലവിളിയൊന്നും അവനെ തെല്ലും ബാധിച്ചിരുന്നില്ല. അവളുടെ ഓരോ ശരീരഭാഗങ്ങളിൽ അവൻ അമർത്തിയും പല്ലുകളാഴ്ത്തിയും വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. നിമിഷങ്ങൾ കടന്നു പോകും തോറും അവൻ നൽകുന്ന ഓരോ വേദനകളും ഏറ്റുവാങ്ങി അവൾ പൂർണ്ണമായും തളർന്നു പോയിരുന്നു. അത് മനസ്സിലായതുപോലെ അവൻ ക്രൂരമായൊന്ന് ചിരിച്ചു. ശേഷം അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചുകൊണ്ട് അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. വർദ്ധിച്ചു വരുന്ന വേദന സഹിക്കാനാവാതെ തനു പിടഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ ഓരോ അണുവും അവൻ മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു. മിനിറ്റുകളും മണിക്കൂറുകളും കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. സഹിക്കാൻ കഴിയാത്ത വേദന നൽകിക്കൊണ്ട് അവൻ അവളിൽ നിറഞ്ഞാടി. വേദനയുടെ മൂർധന്യതയിൽ അവൾ നിലവിളിച്ചു. സൗണ്ട് പ്രൂഫ് റൂം ആയതുകൊണ്ട് തന്നെ അവളുടെ നിലവിളി ആരും കേട്ടില്ല. സമയം കടന്നുപോയതും അവൻ അവളുടെ മാറിലേക്ക് തളർന്നു വീണു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൻ പതിയെ കണ്ണുകൾ തുറന്നുകൊണ്ട് അവളെ നോക്കി. കണ്ണുകൾ മുറുക്കി അടച്ച് വേദന സഹിച്ച് കിടക്കുന്നവളെ അവൻ ക്രൂരമായ ഒരു ആനന്ദത്തോടെ നോക്കി കണ്ടു. ശേഷം പതിയെ അവളിൽ നിന്ന് അകന്നു മാറി ബെഡിന്റെ ഒരു സൈഡിലേക്ക് മലർന്നു കിടന്നു. അപ്പോഴും കണ്ണുകൾ മുറുക്കി അടച്ച് കിടക്കുന്നവളിലേക്ക് ഇടതടവില്ലാതെ അവന്റെ കണ്ണുകൾ പാറി വീണുകൊണ്ടിരുന്നു. വല്ലാത്തൊരു ആനന്ദത്തോടെ അവൻ അവളെ പിടിച്ചു തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. You are looking so hot and sexy, dear, like a prostitute.
തന്റെ നെഞ്ചിൽ പതുങ്ങിക്കിടക്കുന്നവളുടെ ചെവിയിലേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് അവനൊരു വശ്യതയാർന്ന സ്വരത്തിൽ പറഞ്ഞതും അതുവരെ പിടിച്ചു വെച്ചിരുന്ന കണ്ണുനീർ തുള്ളികൾ അപമാനഭാരത്താൽ പരിധികൾ ലംഘിച്ച് പുറത്തേക്ക് ഒഴുകിയിറങ്ങി. തന്റെ നെഞ്ചിലേക്ക് പടർന്നു കയറുന്ന ചൂടുള്ള ദ്രാവത്തിൽ നിന്ന് തന്നെ അവൾ കരയുകയാണെന്ന് മനസ്സിലാക്കിയ ദത്തന്റെ കണ്ണുകൾ തിളങ്ങി. അവന്റെ ചുണ്ടിൽ ക്രൂരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇത് വെറും തുടക്കം മാത്രമാണ് തനുശ്രീ. ഇനി ഓരോ രാത്രിയിലും ഇതിനേക്കാൾ ഇരട്ടി വേദന നീ അനുഭവിപ്പിക്കും ഈ ദത്തൻ. നിന്റെ കണ്ണുനീര് കണ്ടവരെ നേരണം. അതാണ് ഈ കുടുംബത്തോട് ചെയ്ത തെറ്റുകൾക്ക് ഈ ദത്തൻ അവർക്ക് നൽകുന്ന ശിക്ഷ. പകയോട് അവൻ മനസ്സിൽ പറയുമ്പോൾ അവളെ ചേർത്ത് പിടിച്ചിരുന്ന അവന്റെ കൈകൾ അവളുടെ ശരീരത്തിൽ ഓരോ മുറിവുകളിൽ അമർന്നുകൊണ്ടിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.